ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളെന്ന് ചെയ്യാൻ വന്ന ISL ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്കോഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ ഒരുപാട് പ്ലേയേഴ്സിനെയൊക്കെ വാങ്ങിയായിരുന്നു, പക്ഷേ ആ പ്ലേയേഴ്സിനേക്കുള്ള ക്ലിപ്പൊന്നും തന്നെ മിസ്സായിപ്പോയി ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് STനെ റൈറ്റ് വിങ്ങിനെ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഗൈസ് ആ STനെ റൈറ്റ് വിങ്ങിനെയൊക്കെ വാങ്ങാൻ പോയപ്പോൾ നമുക്ക് കാർഡ് കിട്ടിയിട്ടില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് STനെ ഒന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. സോ അതോടെ വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പം ആ ക്ലിപ്പ് കൂടിയൊക്കെ പോയി നല്ല പണി കിട്ടിയേനെ ഗൈസ്. അപ്പോൾ ഞാൻ അവരെയൊക്കെ എടുത്ത് നമ്മുടെ വാച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ST എടുത്ത് തിരഞ്ഞെടുത്തേക്കുന്നത് നമ്മുടെ മോഹൻ ബഗാനിലെ നെസ്രീനെയാണ് ഗൈസ്. അതിൻ്റെ ആവശ്യം നമ്മൾ ചാങ്കേറ്റിനെയും നമ്മൾ ഇതായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോഴും കാർഡില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ഗൈസ് നമുക്കൊന്ന് ട്രൈ അടിച്ച് നോക്കാം ഗൈസ്. ഇനി അങ്ങനെ കിട്ടിയാലോ ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ ഗൈസ് പർച്ചേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം നമ്മുടെ സ്കോഡൊക്കെ ബിൽഡ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് കിട്ടും ഗൈസ്, ഭാഗ്യം ഉണ്ടെങ്കിൽ. ഓക്കെ ചാങ്കേറ്റിനെ കൂടി നോക്കാം. ഇവരെങ്കിലും കാർഡ് ഉണ്ടായാൽ മതിയായിരുന്നു ഗൈസ്. കാരണം ചാങ്കേറ്റിന് പകരം വേറെ ആരെ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ് ഗൈസ്. എൻ്റെ ഒരു ഇതനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 100 OVR ആണ് എനിക്കൊരു ISLനകത്ത്. ആൻഡ് ഓൾസോ 100 OVR എങ്കിലും കിട്ടുമായിരിക്കും ഗൈസ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇപ്പോഴേ പ്ലെയറിനെ കിട്ടാൻ എനിക്ക് സാധ്യത തോന്നുന്നില്ല. കാരണം നമ്മുടെ സംഖ്യ വേണം. സംഖ്യ ഉണ്ടെങ്കിലാണ് പ്ലെയറിനെ കാർഡ് ഉണ്ടെന്ന് കാണുന്നത്. പക്ഷേ സംഖ്യയും കണ്ടില്ല. ഓക്കെ ഗൈസ്, ഇപ്പം രണ്ടുപേരെ കൊടുത്തേക്കുന്നത്. കട്ട് ചെയ്തേ. ഓക്കെ, നെസ്രീനെ ചാങ്കേറ്റിനോട് കൊടുത്തിട്ടുണ്ട്. സോ ഗായ്സ്, നമുക്കിനി നമ്മുടെ ടീം അങ്ങോട്ട് ബിൽഡ് ചെയ്യാം ഗൈസ്. ടീമൊക്കെ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും നമ്മുടെ ST റൈറ്റിംഗ് ഒക്കെ സെറ്റ് ആവുന്നതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ആ ടീം അങ്ങോട്ട് ബിൽഡ് ചെയ്യാം. GK നമുക്ക് തുടങ്ങാം ഗൈസ്. ഡിഫൻസിൽ നിന്ന് തുടങ്ങി സ്ട്രൈക്കർ വരുത്താം ഗൈസ്. അപ്പോൾ നമ്മുടെ GK ആയിട്ട് എടുക്കാൻ പോകുന്നത് നമ്മുടെ മോഹൻ ബഗാനിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൈത്തിനെയാണ് ഗൈസ്. മോഹൻ ബഗാനിൽ കൈത്ത് മാത്രമേ ഉള്ളൂ. ISL തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൈത്തിനെയാണ് ഗൈസ്. അത് മോഹൻ ബഗാനിൽ നിന്ന്. ആൻഡ് ആൾസോ നമുക്ക് ഇനി നമ്മുടെ CBനെയും റെഡിയാക്കാം ഗൈസ്. CB ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ ബോസിനെയാണ് ഗൈസ്. ആൻഡ് ആൾസോ നമുക്ക് നമ്മുടെ കോട്ടലിനെ എടുക്കണം ഗൈസ്. ഓക്കെ, കോട്ടലെവിടെ ഗൈസ്? കോട്ടലിനെ കാണാനില്ല ഗൈസ്. നമുക്ക് എടുക്കാൻ നമ്മുടെ RV പൂജാരി എടുക്കാം ഗൈസ്. അധികം താഴ്ത്തൊന്നും പോകേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ ഗൈസ്, നമുക്കിനി നമ്മുടെ കോട്ടലിനെ ഇറക്കാം ഗൈസ്. കോട്ടലെവിടെ ഗൈസ്? ഗൈസ് ഇതായിരിക്കുന്ന കോട്ടലിനെ പോയി. ഞാൻ ഇതിൻ്റെ ഇടിങ്ങ് താഴെ വരെ പോയി. സോ ഗൈസ്, നമ്മുടെ കോട്ടലിനെ നമ്മുടെ ടീമിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണം നമ്മുടെ LB ആണ് ഗൈസ്. LB ആയിട്ട് നമ്മുടെ മിശ്രനെയാണ് ഗൈസ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി സെറ്റാക്കാനുള്ള നമ്മുടെ ഡിഫൻസാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഡിഫൻസ് അല്ല ഗൈസ്, മിഡ്ഫീൽഡാണ് ഗൈസ് നമുക്ക് ഇനി സെറ്റാക്കാനുള്ളത്. സോ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ടീമിലോട്ട് ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമുക്ക് സെൻറ്റർ മിഡായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ താപ്പേനെയാണ് ഗൈസ്. ആൻഡ് ഓൾസോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അവിടെ പോയി ഗൈസ്. ഓക്കെ, നമ്മൾ സ്വന്തം സിങ്ങിനെയാണ് ഗൈസ്. സോ ഇതിനകത്തൊക്കെ പേരുടെ പകുതിയൊക്കെ ഉള്ളു കേട്ടോ. എല്ലാവരുടെയും പേരിൻ്റെ പകുതിയൊക്കെ ഉള്ളു ഗൈസ്. നമ്മളെ സിങ്ങിനെ നമ്മൾ CDM ആയിട്ട് എടുക്കാൻ പോവാണ് ഗൈസ്. ആൻഡ് ഓൾസോ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ സഹൽ അബ്ദുൽ സമദിനെയാണ് ഗൈസ്. ആൻഡ് ഓൾസോ സീരീസിൽ സഹൽ അബ്ദുൽ സമദ് സെൻറ്റർ മിഡാണ്. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നതായിട്ട് CDMലോട്ടാണ് ഗൈസ്. ആൻഡ് ഓൾസോ സഹൽ അബ്ദുൽ സമദ് 101-ൻ്റെയാണ്. ഇപ്പോൾ സ്ഥാപ്പ 103-ൻ്റെയാണ്. അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ സ്മാർട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാറ്റും ഗൈസ്, 100%. ആൻഡ് ഓൾസോ ഇനി നമ്മൾ നമ്മുടെ ലെഫ്റ്റ് വിങ്ങായിട്ട് നമ്മൾ ഒരുത്തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ STനെ റൈറ്റ് വിങ്ങിനെ നോക്കാം ഗൈസ്. സോ അവർ വന്നെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. നോക്കട്ടെ ഗൈസ്. ഇല്ലടാ. ഓക്കെ, കാർഡില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ആയിരിക്കും മിക്കവാറും. നമുക്കിനിയും നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ല. ഇനി അവരെ കിട്ടാൻ സാധ്യതയില്ല. ഉള്ളതൊക്കെയാണ് നേരത്തെ കിട്ടിയാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാർഡ് ഇറങ്ങുന്നവർ വെയിറ്റ് ചെയ്യണം. അത്രയും കാലം വീട് വെച്ച് നീറ്റാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ST ആയിട്ട് ചേത്രീനെ ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ആൾസോ നമ്മളെ ചാന്തക്കിനെ തന്നെ കുറഞ്ഞ എടുത്തിട്ടുണ്ട് ഗൈസ്. 67 നമുക്ക് കിട്ടിയുള്ളൂ ഗൈസ്. വേറെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചേതക്കിനെ തന്നെ എടുത്താൽ. അതിൻ്റെ ഉള്ള ചേത്രീനെ സീരിയസ്ലി മുമ്പ് കണ്ടില്ലായിരുന്നു ഗൈസ്. അതാണ് ചേത്രി എടുക്കാൻ നെസ്രീനെ പോയി എടുത്തത്. സോ അത് ഇപ്പം കിട്ടാത്തത് വേറൊരു നല്ല കാര്യവുമായി ചീത്ത കാര്യമാണ് ഗൈസ്. നെസ്രീനെ കിട്ടിയിരുന്നേ ഇപ്പം നെസ്രീനെ തന്നെ ഇട്ടേനെ. ചേത്രിയെ കാണത്തില്ലായിരുന്നു. ആരാണെന്ന് ചോദിച്ചാൽ ചേന്തക്ക് ഇപ്പം 67 ഗൈസ്. 100 ഇപ്പം കിട്ടുമെന്ന് ഡൗട്ടാണ് ഗൈസ്. നമുക്ക് ഇട്ട് നോക്കാം ഗൈസ്. 100 തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ആ ടീം ഉയരത്താണ് ഗൈസ്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 100-ന് മുകളിലാണ്. അത് മാത്രം ഉറപ്പുണ്ട്. ഓക്കെ, 102 ഉണ്ട് ഗൈസ്. 100 കിട്ടാൻ സാധ്യത ഉണ്ട്. ഇല്ല ഗൈസ്, ബെക്കാമൊക്കെ ഉണ്ട്. ബെക്കാമൊക്കെയാണുള്ള മാറ്റം. എന്തായാലും കുറയും. 100 കിട്ടുമായിരിക്കും ഗൈസ്. സഹലവിടെ ഗൈസ്. നമുക്ക് OVR അങ്ങോട്ട് ടൈം ആക്കാം ഗൈസ്. വേറെ കഷ്ടപ്പെടണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമ്മളിനി ചേത്രയും തന്നെ നമുക്ക് ഫസ്റ്റ് ഇറക്കാം ഗൈസ്. 86 ST 102 കുറഞ്ഞ. ഓക്കെ ഗൈസ്, 101-ലോട്ട് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ചാന്തക്കിനെ കൂടി ഇറക്കാം. കുറയില്ല.
97 എത്തിയടാ, 99 കഴിഞ്ഞങ്ങ് പോയി. ഓക്കെ ഗൈസ്, 67 ഗൈസ്. നമുക്ക് നോക്കാം കൂട്ടാൻ പറ്റുമെന്ന്. ചാക്കറ്റിൻ്റെ കാർഡ് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും കൂട്ടും. ആൻഡ് ചേത്രി 105 104 ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ വീഡിയോക്ക് 5K ലൈക്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും ചേത്രി ഇറക്കും. ഞാൻ തൽക്കാലം ഇപ്പം ഹെഡ് നമുക്ക് ചേത്രി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. ഫസ്റ്റ് ചേത്രി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. FC പേര് എങ്ങനെയാണ്? ഇതാടാ ചേത്രി, വളരെ നല്ല ചേത്രി ആയിരിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് ഈ ചേത്രിയെ പറ്റി എന്താണ് പറയാനുള്ളത് ഗൈസ്? കമൻറ്റ് ബോക്സിൽ അറിയിക്കും. എന്താ ചേത്രിയെ കാണിച്ചു വെച്ചേക്കുന്നത്? ഇതാണ് ചേത്രി. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഒരു ഹെഡ് കളിക്കണമെന്നുണ്ട് ഗൈസ്. പക്ഷേ ഞാൻ തൽക്കാലം ഇപ്പോൾ കളിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കളി നിർത്തിയിട്ട് കുറേ കാലമായി ഗൈസ്. നമ്മളെ കോഡിനിയോണില്ലേ ഗൈസ്, കോഡിനിയോൺ വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കളി നിർത്തി. അതിൻ്റെ ദിവസം എനിക്കിപ്പോൾ 107 ഒരു ടീം ഉണ്ടായിരുന്നു. ആ 107 ടീം വെച്ച് ഞാൻ പോയിട്ടൊരു ഓക്കെ ഗൈസ്, ഇത് കോഡിനിയോണല്ലേ? ഗൈസ് കോഡിനിയോൺ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കളിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞാൻ 107 ടീമും കൊണ്ട് പോയി ഒരുത്തുണ്ട് കളിച്ചിട്ട് 101 ചേർക്കാനോട് കളിച്ചിട്ട് തോറ്റ് ഗൈസ്. പിന്നെ ഞാൻ കളിച്ചേ ഇല്ല. അതിൻ്റെ ദിവസം ഞാൻ ഇപ്പോൾ ലീഡർ ബോർഡിൽ നിന്നൊക്കെ പുറത്തായി. അന്നേരം ലീഡർ ബോർഡിൽ പുറത്തായിട്ട് ഒന്ന് കൂട്ടാന്ന് പറയാൻ കയറി കളിച്ചത്, പിന്നെയും തോറ്റ്. ഇപ്പോൾ പിന്നെയും നിർത്തി. അതിൻ്റെ ദിവസം ഗൈസ് ഈ വീഡിയോയ്ക്ക് ഒരു 50 ലൈക്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും പാർട്ട് 2 ആയിട്ട് ഇത് കളിക്കും, എന്തോ ഒരു മാച്ച് കളിക്കും. പക്ഷേ ചേത്രി അറിയാലോ ഗൈസ്, ചേത്രി കുറച്ച് എക്സ്പെൻസീവ് ആണ് ഗൈസ്. അപ്പോൾ നിങ്ങളൊരു 5K ലൈക്ക് തരാണെങ്കിൽ എന്തായാലും ചേത്രി ഇറക്കുന്നതായിരിക്കും. അതിൻ്റെ ദിവസം ചാങ്കറ്റിനോട് നമുക്ക് കൂട്ടാൻ കഴിയാം ഗൈസ്. സോ ഗൈസ്, ബൈ ബൈ.